താങ്കൾ 18-ാം വയസ്സിൽ പാർട്ടിയിൽ ചേർന്നയാളാണ്. 16 വർഷം ജില്ലാ സെക്രട്ടറി ആയിരുന്നു. വലിയ ഒരു കാലയളവ് തന്നെ CPM-നെ നേരിട്ടുകൊണ്ടാണ് ഇടുക്കിയിൽ CPI-യെ വളർത്തിയത്. താങ്കൾ ഈ അവസാന ഈ കാലയളവിൽ കൺവീനർ സ്ഥാനത്തുള്ള അവസാന കാലയളവിലൊക്കെ തന്നെ ഫേസ്ബുക്കിലൂടെയാണ് താങ്കളുടെ എതിർ ശബ്ദങ്ങൾ പ്രകടിപ്പിച്ചിരുന്നത്. ഇപ്പോൾ ആ സ്ഥാനം കൂടി മാറുമ്പോൾ ഈ ഫേസ്ബുക്കിലൂടെയുള്ള പ്രതികരണം അതിനൊരു കാരണമായി എന്ന് പാർട്ടി വിലയിരുത്തുന്ന ഘട്ടത്തിൽ ഇനി എങ്ങനെയാണ് താങ്കളുടെ CPI-യിലെ രാഷ്ട്രീയ ജീവിതം? അല്ല, പാർട്ടി അങ്ങനെ വിലയിരുത്തിയതായിട്ട് എനിക്കറിഞ്ഞുകൂടാ. എന്നോട് പാർട്ടി നേതൃത്വം അങ്ങനെ സൂചിപ്പിച്ചിട്ടുമില്ല. അതുകൊണ്ട് ഫേസ്ബുക്കിലെ എൻ്റെ പ്രതികരണങ്ങളുടെ ഫലമായിട്ടാണ് എന്നെ ഇവിടെ നിന്ന് മാറ്റിയതെന്ന് ഞാൻ കരുതുന്നില്ല. ഞാൻ സ്മൃതി ശരിയായി സൂചിപ്പിച്ചതുപോലെ 18-ാമത്തെ വയസ്സിൽ പാർട്ടി മെമ്പർഷിപ്പിൽ വന്നതാണ്. മലയാളം വിദ്വാന് പഠിക്കുന്ന കാലത്ത്. അത് കഴിഞ്ഞ് വളരെ വൈകാതെ തന്നെ മുഴുവൻ സമയ പ്രവർത്തകരായി. ഇപ്പോൾ എനിക്ക് വയസ്സ് 72ആയി. 54 വർഷം ഞാൻ ഈ പാർട്ടിയുടെ ഭാഗമാണ്. എനിക്ക് ജില്ലാ സെക്രട്ടറി സ്ഥാനമടക്കം അത്തരം പദവികൾ തന്നതെല്ലാം പാർട്ടി തന്നെയാണ്. ആ പാർട്ടിയുടെ ഭാഗമായി തുടരുന്നതിൽ എനിക്ക് അഭിമാനമാണുള്ളത്. നാളെയും ഞാൻ അങ്ങനെ തന്നെ മുമ്പോട്ട് പോവുകയും ചെയ്യും. പദവികളൊന്നും ഒരു പ്രശ്നമാണെന്ന് ഞാൻ കരുതുന്നില്ല. സ്ഥാനമാനങ്ങളല്ല പ്രശ്നം. ഉയർത്തിപ്പിടിക്കുന്ന ആശയങ്ങളോടെ രാഷ്ട്രീയത്തോടെ എത്രത്തോളം നീതി പുലർത്തുന്നു എന്നുള്ളതാണ്. അങ്ങനെ പരിശോധിച്ചാൽ ഞാൻ ഉയർത്തിപ്പിടിക്കുന്ന അല്ലെങ്കിൽ എൻ്റെ പാർട്ടി ഉയർത്തിപ്പിടിക്കുന്ന ആ രാഷ്ട്രീയത്തോടെ 100% സത്യസന്ധത പുലർത്താൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. നാളുകളിലും അങ്ങനെ തന്നെ ഞാൻ മുമ്പോട്ട് പോവുകയും ചെയ്യും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാൻ. ഫേസ്ബുക്കിലൂടെയുള്ള പ്രതികരണം തുടരുമോ ശ്രീ ശിവരാമൻ? അല്ല, തീർച്ചയായും പ്രതികരിക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ പ്രതികരിക്കണമല്ലോ. നമ്മളെല്ലാവരും മനുഷ്യരല്ലേ. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ പ്രതികരിക്കേണ്ട സമയത്ത് വന്നാൽ പ്രതികരിക്കേണ്ടി വരും. അതിലൊന്നും മാറ്റം വരുമെന്ന് ഞാൻ കരുതുന്നില്ല. മാറ്റം വരുത്തണമെന്ന് ഞാൻ കരുതുന്നില്ല. മൂകനോ ഏകനോ ആവാൻ പറ്റില്ലല്ലോ. ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗം തന്നെയാണ്. ആ ഭാഗമായി തുടരുമ്പോൾ തന്നെ ഇത്തരം ചില സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ ഫേസ്ബുക്കിലൂടെയുള്ള പ്രതികരണങ്ങളും ഉണ്ടാവും. പക്ഷെ അത് പാർട്ടിക്കെതിരായിട്ടോ മുന്നണിയുടെ താല്പര്യങ്ങൾക്കോ എതിരായിട്ടാവണമെന്നില്ല, ആവുകയുമില്ല. ഈ താങ്കൾ തന്നെ സൂചിപ്പിച്ചു നൂറ്റാണ്ട് കാലം എന്ന് പറയുന്ന ഒരു ചെറിയ പീരീഡല്ല. താങ്കളുടെ ജീവിതം എന്ന് പറയുന്നത് തന്നെ പാർട്ടിയുടെ ഭാഗമായിട്ടുള്ള ജീവിതമാണ്, പാർട്ടി പ്രവർത്തനമാണ് താങ്കളുടെ ജീവിതം എന്ന് പറയുന്നത്. താങ്കൾ തന്നെ പറഞ്ഞു പല സ്ഥാനമാനങ്ങളും കിട്ടിയിട്ടുണ്ട്. 16 വർഷം ജില്ലാ സെക്രട്ടറി ആയിരുന്നു, പിന്നെ LDF-ന്റെ കൺവീനറായിരുന്നു. നോക്കൂ, ഇത്തരം അനുഭവ പരിചയമുള്ള നേതാക്കളെ നേതൃത്വത്തിലേക്ക് ഉൾക്കൊള്ളുന്ന ഒരു രീതിയോടെ താങ്കൾ സംസ്ഥാന സമിതി അംഗമാണ്. പക്ഷേ സംസ്ഥാന എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് ഇത്തരം അനുഭവ പരിചയമുള്ള ആളുകളുടെയൊക്കെ ഒരു കൂട്ടായ്മ കൂടി ആയിരിക്കണമല്ലോ. പ്രത്യേകിച്ച് താങ്കൾ കിഴക്കൻ മേഖലയിൽ നിന്ന് വരുന്ന ഒരു നേതാവ് കൂടെയാണ്. അവിടെ ഒട്ടേറെ തൊഴിലാളി പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരു മേഖല കൂടിയാണ്. അപ്പോൾ ആ രീതിയിലൊന്നും താങ്കൾ പാർട്ടിയുടെ ഉന്നതമായൊരു മേഖലയിലേക്ക് എത്തിയിട്ടില്ല. ഞാൻ എൻ്റെ ചോദ്യം, താങ്കൾ നേരത്തെ പറഞ്ഞു കാനം പക്ഷം എന്നൊരു പക്ഷമൊന്നുമില്ല എന്ന്. അത് ഒരു എല്ലാ CPI-കാരും പറയുന്നൊരു കാര്യമാണ്. അല്ലെങ്കിൽ CPM-ൽ വിഭാഗീയതയുണ്ടെന്നൊക്കെ പിൽക്കാലത്താണല്ലോ CPM തന്നെ പരസ്യമായി അംഗീകരിച്ചിട്ടുള്ളത്. CPI-ൽ വിഭാഗീയതയില്ല, രണ്ട് പക്ഷമില്ല, നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷേ ഇപ്പോഴും കാനത്തിൻ്റെ ഒസ്യത്തുകളാണല്ലോ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന മട്ടിൽ പോലും പ്രസംഗങ്ങൾ ഉണ്ടായല്ലോ അതിനകത്ത്. കാനത്തിൻ്റെ താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബിനോയ് വിശ്വത്തിനെ സംസ്ഥാന സെക്രട്ടറി ആക്കുന്നു. പിന്നീട് ഇപ്പോൾ ഏറ്റവും അവസാനം രാജ്യസഭാംഗമായിട്ട് PP സുനിലിനെ എടുക്കുന്നതും കാനത്തിൻ്റെ ഒരു ഇംഗിതം നടപ്പാക്കുന്നു എന്നുള്ള നിലയ്ക്കൊക്കെയാണ്. ആ പക്ഷത്തിന് എതിർപക്ഷത്ത് നിന്നതുകൊണ്ടാണോ താങ്കൾ അനഭിമതനായി മാറിയത് പാർട്ടിയിൽ? ഒന്ന്, ഞാൻ അനഭിമതനായി മാറി എന്ന വിലയിരുത്തലിനോട് എനിക്ക് യോജിപ്പില്ല. പാർട്ടിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് ആണെങ്കിൽ ഞാൻ ജില്ലാ സെക്രട്ടറി ആയിരുന്നപ്പോൾ തന്നെ 2 ടൈമിൽ ഞാൻ എക്സിക്യൂട്ടീവിൻ്റെ ഭാഗമായിട്ടുണ്ട്. എക്സിക്യൂട്ടീവിൽ ഞാൻ ഇരുന്നിട്ടുമുണ്ട്. ഇപ്പോൾ ബിനോയ് വിശ്വം സെക്രട്ടറിയായി എന്ന് പറയുമ്പോൾ അദ്ദേഹം പാർട്ടിയുടെ കേന്ദ്ര സെക്രട്ടേറിയറ്റ് മെമ്പറാണ്. അങ്ങനെ ഒരു ബിനോയ് സെക്രട്ടറി അവിടെ വന്ന ഒരു കാഴ്ചപ്പാട് പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വത്തിൻ്റേതാണ്. അതായത് കാനത്തിൻ്റെ ഒസ്യത്തോ അല്ലെങ്കിൽ കാനത്തിൻ്റെ ഒരു ഇംഗിതവും അങ്ങനെ കാണേണ്ട കാര്യമില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് തന്നെ ഇവിടെ ബിനോയ് വിശ്വം പാർട്ടി ഏകകണ്ഠമായി ബിനോയ് വിശ്വത്തെ സെക്രട്ടറി തിരഞ്ഞെടുത്തു. പാർട്ടി സംസ്ഥാന കൗൺസിലിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവും ഒരവസരവും ഉണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് അതിനെ ആ നിലയിൽ കാണുന്നതാണ് നല്ലതെന്നാണ് എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളത്.